ദൈവനാമത്തിന് മഹത്വം. നമ്മൾ ഇന്ന് 4-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു നന്മ ചെയ്യുന്നവൻ ആര്? എപ്പോഴും തങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെ മറക്കാതെ മനുഷ്യൻ ഓർത്തുകൊണ്ടിരിക്കും. അതുപോലെ തിന്മ ചെയ്യുന്നവരെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മ വെച്ചുകൊണ്ടിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അനേകർ പറയുന്ന കാര്യമാണ്, ആരും നന്മ ചെയ്യാനാണ്. ഒരു ഭവനത്തിൽ 2 പേർ കൂടി, ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ചിന്തിക്കുകയാണ്, ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നു, നമ്മെ ആര് സഹായിക്കാനാണ്? ആർക്ക് നമ്മെ സഹായിക്കാൻ കഴിയും? കാരണം തങ്ങളെ സഹായിച്ചത് കൊണ്ട് ആർക്കും പ്രയോജനമില്ല. നമ്മെ മാനിച്ചത് കൊണ്ട് അവർക്കെന്ത് പ്രയോജനം? ഒന്നുകിൽ നമ്മുടെ അംഗീകാരം കൊണ്ട് പ്രയോജനം വേണം, ഇല്ല എങ്കിൽ തിരിച്ച് സഹായിക്കാൻ നമ്മുടെ കയ്യിൽ വേണം. അതുമല്ല എങ്കിൽ അവര് നമ്മെ സഹായിച്ചു എന്ന് നാളെ 4 പേരെ കേൾക്കെ പറഞ്ഞാൽ അവർക്ക് അതിനാൽ ഒരു അംഗീകാരം കിട്ടണം. ഇതൊന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. സങ്കീർത്തനത്തിൽ, ഒരു മശീഹായിക സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും, അത് ക്രിസ്തുയേശു അടക്കം, നമ്മുടെ കർത്താവ് അടക്കം, എല്ലാവരുടെയും ചിന്തയും ശ്രദ്ധയുമാണ്, എന്നെ ആരെങ്കിലും സഹായിക്കുമോ, സഹായിക്കുന്നുണ്ടോ? അത് പിന്നീട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരെ നോക്കി, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോടൊപ്പം നിന്നവർ. അപ്പോൾ യേശുവിനോട് നല്ല മനോഭാവം വെച്ച് പുലർത്തുന്നവരും യേശുവിനെ സഹായിക്കുന്നവരും യേശുവിനോട് സഹതാപം തോന്നുന്നവരും എല്ലാവരും ആരൊക്കെയാണെന്നും എന്നെങ്ങനെയൊക്കെയാണെന്നും യേശുവിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പലരുടെയും വാക്കുകൾ, കുടുംബങ്ങൾ, വ്യക്തികൾ, വാർദ്ധക്യത്തിലിരിക്കുന്നവർ, സമൂഹജീവികൾ, സംഘടനകളിലായിരിക്കുന്നവർ, ഇങ്ങനെ മനുഷ്യരുടെ ശബ്ദം ഇവിടെ നിന്ന് ഉയരുന്നത് ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്തിലെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയരുന്ന ശബ്ദം, നിലവിളിയുടെ ശബ്ദമുണ്ട്, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറയുന്ന ശബ്ദമുണ്ട്, ദാഹിക്കുന്നു എന്ന് പറയുന്ന ശബ്ദമുണ്ട്, രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന ശബ്ദമുണ്ട്. ഇങ്ങനെ അനവധി ശബ്ദങ്ങൾ മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദൈവം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉയരുന്ന ശബ്ദത്തിൽ ഇതെല്ലാം ദൈവത്തിന് മുമ്പാകെ കണക്കുള്ളതാണ്. നമ്മൾ പറയുന്ന ഏത് നിസ്സാര വാക്കുകൾക്കും ന്യായവിധി ദിവസത്തെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ പറയുന്ന നിസ്സാര വാക്കുകൾ മുതൽ കാഠിന്യമുള്ള വാക്കുകൾ മുതൽ ഏത് തരത്തിലുള്ള ഉച്ചരിക്കുന്ന വാക്കുകളും
ദൈവത്തിന് മുൻപാകെ ഉണ്ട്. ആ ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഇന്ന് വരെയും മനുഷ്യവംശം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവരുടെ ശബ്ദങ്ങൾ വേർതിരിച്ചെടുത്ത് ഓരോ വ്യക്തികളെയും അതിൽ കൂടി കണ്ടെത്താൻ കഴിയും എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാരണം പറയുന്ന വാക്കുകളൊന്നും മാഞ്ഞു പോകുന്നില്ല. അതെന്നേക്കും സ്ഥിരമാണ്. ഇത് ദൈവത്തിന് മുൻപാകെ ഒരിക്കലും മാറിപ്പോകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം സ്വർഗത്തിലും മനുഷ്യൻ ഭൂമിയിലുമാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയരുന്ന ശബ്ദം, പീഡിതന്മാർ നിലവിളിക്കുന്നു, ദൈവം കേൾക്കുന്നുണ്ട്. രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നു, ദൈവം കേൾക്കുന്നുണ്ട്. അയ്യം വിളിക്കുന്നു, ദൈവം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രാണനെ എടുത്തു കളയുന്നുവല്ലോ, ദൈവം കേൾക്കുന്നുണ്ട്. എല്ലാ വാക്കുകളും ദൈവം കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ശബ്ദം ദൈവം കേൾക്കുന്നത് ഇപ്രകാരമാണ്. ഒരു വ്യക്തി പറയുകയാണ് മറ്റുള്ളവരോട്, അല്ലെങ്കിൽ കുടുംബക്കാരോട്, കൂടെയുള്ളവരോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, തൻ്റെ കൂട്ടുകാരോട് പറയുന്ന വാക്കാണ്, നമുക്കാര് നന്മ കാണിക്കാനാണ്? ആരാണ് നമുക്കൊരു നന്മ ചെയ്യുന്നത്? നമുക്കാരാടാ ഒരു നന്മ ചെയ്യാനുള്ളത്? നമുക്കാരാടി ഒരു നന്മ ചെയ്യാനുള്ളത്? പരസ്പരം ചോദിക്കുന്ന ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്. അവിടെ വചനം നമ്മൾ കേട്ടത്, ഈ ശബ്ദം ഇന്ന് 1000 കോടിയിൽ പരം മനുഷ്യർ ഈ ലോകത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഈ 1000 കോടിയിൽ വലിയൊരു ശതമാനം മനുഷ്യരുടെ ഉള്ളിൽ നിന്നും, മനുഷ്യരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദമാണ്, നമുക്ക് ആര് നന്മ കാണിക്കും? ചിലർ സങ്കടത്തോടു കൂടി ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നു, ചിലർ ദുഃഖത്തോടു കൂടി, ചിലർ നിസ്സംഗമായിട്ട്, ചിലർ നിരാശയോടുകൂടി, ചിലർ അതിവേദനയോടുകൂടി, ചിലർ മരണഭയത്തോടുകൂടി ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഒറ്റ ചോദ്യം, ദൈവമേ, ഇതിൽ ആരെനിക്ക് നന്മ കാണിക്കും? ഈ വിഷയത്തിൽ ഞാൻ ഒടുങ്ങിപ്പോകാതെ വണ്ണം ആരെനിക്കൊരു നന്മ കാണിക്കും? കുഞ്ഞുങ്ങളടക്കം, വാർദ്ധക്യത്തിലിരിക്കുന്നവരടക്കം, മനുഷ്യ വംശത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവം കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അത് ഒരാൾക്കോ 2 പേർക്കോ, ഒരു സമൂഹത്തിനോ ഒരു കുടുംബത്തിനോ ഉള്ളതല്ല, എല്ലാവർക്കും ബാധകമായ ശബ്ദം. അതേ വചനത്തിൽ, ആ എഴുതിയ വചനത്തിൽ തന്നെ അതിന് പരിഹാരവും പറഞ്ഞിരിക്കുകയാണ്. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. പരസ്പരം ഒരു ബന്ധമില്ലാത്ത വാക്കാണെന്ന് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. അല്ല, ചോദ്യത്തിന് മറുപടിയാണ്. എങ്ങനെ? നമുക്കാർ നന്മ കാണിക്കുമെന്ന് ഈ ശബ്ദം മനുഷ്യരിൽ നിന്ന് പൊങ്ങുമ്പോൾ പരിഹാരം പറയുകയാണ്, അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തിയവൻ പറയുകയാണ്, പഠിച്ചവൻ പറയുകയാണ്, കർത്താവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. മുഖപ്രകാശം ഉദിപ്പിച്ചാൽ, ദൈവത്തിൻ്റെ മുഖപ്രകാശം മനുഷ്യൻ്റെ മേൽ ഉദിപ്പിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. ഏത് പ്രശ്നത്തിന്? നന്മ കാണിക്കുന്ന, നമുക്കാർ നന്മ കാണിക്കുമെന്ന് നിലവിളിക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് മുഖപ്രകാശം ഉദിപ്പിച്ചാൽ. അപ്പോൾ മുഖപ്രകാശം ഉദിപ്പിച്ചാൽ ആ വ്യക്തിക്ക് പലരും നന്മ ചെയ്യുമോ? ചെയ്യും. അതാണ്
ആ വചനത്തിന്റെ ശക്തി. രാജാവ് പ്രതികൂലമായിരിക്കുന്നു, മിസ്രയീം ദേശം പ്രതികൂലമായിരിക്കുന്നു, ഇസ്രായേലരോടും എല്ലാവരും ശത്രുതയായിരിക്കുന്നു. ഏതെങ്കിലും ഒരു പുരുഷ പ്രജ ജനിച്ചാൽ അതിനെ കൊന്നുകളയണം. ഇത് രാജകൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ കുടുംബത്തെ മുഴുവനും ഇല്ലാതെയാക്കി കളയും. രാജകൽപ്പനയ്ക്ക് മാറ്റമില്ല. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു, രാജകൽപ്പന പ്രകാരം അത് പുരുഷപ്രജയാവുന്നെങ്കിൽ കൊന്നുകളയണം. അത് സ്തൂതികർമ്മികളോടും സകല ജനത്തോടും രാജാവ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയാണ്. ഈ കുഞ്ഞുണ്ടായി കൊല്ലാൻ തോന്നുന്നില്ല, കളയാൻ തോന്നുന്നില്ല, എന്തും വരട്ടെ, അതിനെ സൂക്ഷിച്ചു വെച്ചു. അധികം ദിവസം കൊണ്ടുപോകാൻ നിവർത്തിയില്ല. കാരണം അറിഞ്ഞാൽ ആ കുടുംബം മുഴുവനും മരിക്കേണ്ടി വരും. കുഞ്ഞിനെ കൊല്ലാൻ മനസ്സുമില്ല. അനേകർ ആ പ്രവൃത്തി ചെയ്തു. ഒരു കുടുംബത്തിൽ 10 അംഗങ്ങളുണ്ടെങ്കിൽ ജനിച്ച ഒരു ശിശു ബാക്കി 9 പേരും നശിക്കാതിരിക്കാൻ, ആ ശിശു മരിച്ചാൽ ബാക്കി 9 പേർക്കും നിലനിൽക്കാമെന്ന് വന്നപ്പോൾ അനേകർ ആ പ്രവൃത്തി ചെയ്തെന്നാണ് വചനത്തിൽ നാം പഠിക്കുന്നത്. അത്രയേറെ ദുഃഖിതമാണ്, അത്രയേറെ ദുഃഖമാണ് ഈജിപ്തിൽ, അല്ലെങ്കിൽ മിസ്രയീം ദേശത്ത് മോശയുടെ കാലത്ത്. ആ സമയത്ത് ഒരു ലേവ്യ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞ് പുരുഷപ്രജയാണ്, ആൺകുട്ടിയാണ്. ഒളിച്ചു വെച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു, ഒളിച്ചു വയ്ക്കാൻ പറ്റാതെയായി. കാര്യം നാട്ടിൽ പാട്ടായാൽ മാതാപിതാക്കളുടെ മാത്രമല്ല, ആ കുടുംബത്തിൽ ആരും പിന്നെ ഇല്ല. അങ്ങനെ ഒരു ഞാങ്ങണയുടെ പെട്ടകം ഉണ്ടാക്കി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാത്രം അതുണ്ടാക്കി അതിൽ വെച്ച് നദിയിൽ കൂടി ഒഴുക്കി വിടുകയാണ്. നദിയിൽ കൂടി ഒഴുക്കി വിടുകയാണ്. ആരാണ്? അവിടെയാണെന്ന് വായിച്ച വചനത്തിന്റെ പ്രസക്തി എന്തെന്നാൽ, നമുക്ക് ആര് നന്മ കാണിക്കും? നമുക്കിന്നൊരു ആൺകുട്ടി ഇവിടെ ജനിച്ചു. നാം ഏറ്റവും സന്തോഷിക്കേണ്ടതാണ്. ഇന്ന് നമുക്ക് ആ കുട്ടി ജനിക്കാതിരുന്നെങ്കിൽ, ഇന്ന് ഏറ്റവും ഒരു ദുഃഖത്തിലേക്ക്, ജനിച്ചതിനേക്കാൾ കുട്ടി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ വലിയ ദുഃഖത്തിലേക്ക് ഇന്ന് പോവുകയാണ്. ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. ഇതിൽ നിന്ന് സഹായിക്കാൻ ആർക്കും കഴിയില്ല. ഫറവോൻ വിചാരിച്ചാൽ വരെ സാധിക്കില്ല. കാരണം ഫറവോന്റെ കൽപ്പന ഫറവോൻ തന്നെ തിരുത്തേണ്ടി വരും. അത് നീതിക്ക് വിരോധമായി തീരും. ജനം വിരോധമാകും. ആർക്കും കഴിയില്ല. ഓരോ മനുഷ്യരെ നോക്കി, ഭാര്യ ഭർത്താവിനെ നോക്കി, ഭർത്താവ് ഭാര്യയെ നോക്കി, കുടുംബം മക്കളെ നോക്കി, സ്നേഹിതന്മാരെ നോക്കി, നാട്ടുകാരെ നോക്കി, അധിപതികളെ നോക്കി, രാജാവിനെ നോക്കി. ഇനി അവിടെ ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്ന് നോക്കി. ഇല്ല, എങ്ങും ഒരു സഹായമില്ല. തമ്മിൽ പറഞ്ഞ് സമാധാനിച്ചു. നമുക്കാര് നന്മ ചെയ്യാൻ? നമുക്കാര് നന്മ ചെയ്യാൻ? രാജകൽപ്പന വിരോധം, മിസ്രയീം ദേശം വിരോധം. ആർക്കും കഴിയില്ല. നമുക്ക് നന്മ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. കഴിയും.
കഴിയും. പക്ഷെ ഒരു കാര്യം സംഭവിക്കണം. ഒരു കാര്യം സംഭവിക്കണം. എന്ത് സംഭവിക്കണം? യഹോവേ, നിന്റെ മുഖപ്രകാശം ആ ശിശുവിന്റെ മേൽ ഉദിച്ചാൽ കാര്യത്തിന് സാധ്യതയുണ്ട്, പരിഹാരമുണ്ട്. ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു മരണസന്ധി ഇതിൽ നിന്ന് വിടുവിക്കാൻ അതിന് കഴിയും. സംഭവിച്ചത് പെട്ടകം ഒഴുകി ഫറവോന്റെ പുത്രിയും തോഴിമാരും കൂടി കുളിക്കാമെന്ന ഇടത്ത് പെട്ടകം ഒഴുകി കണ്ടു. കുഞ്ഞ് നിലവിളിക്കുന്നു. നോക്കിയപ്പോൾ ഒരാൺകുട്ടി. ആ ആൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മനസ്സലിഞ്ഞു, കരുണ തോന്നി. എന്താ കാരണം? വചനം പറയുന്നത് അവനിൽ ദിവ്യ സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ ശിശുവിന് ദിവ്യ സൗന്ദര്യം ഉണ്ടായിരുന്നു. അതിനെ നോക്കിയതിന് ശേഷം അതങ്ങ് ഒഴുകി പൊക്കോട്ടെ. ഫറവോന്റെ കൽപ്പനയുള്ളതാണ്. ഇനി അതിനെ വിളിച്ച് വെറുതെ പുലിവാല് പിടിക്കണ്ട. അതെങ്ങോട്ടെങ്കിലും പോകട്ടെ, നമ്മളൊന്നും ആയിട്ടൊന്നും വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. കാരണം ഉദിച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ മുഖപ്രകാശമാണ്. ഒഴികഴിവ് നിവർത്തിയില്ല. രാജകൽപ്പനയ്ക്ക് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആർക്കും കനിവ് തോന്നാതിരുന്നപ്പോൾ ഫറവോന്റെ പുത്രിക്ക് കനിവ് തോന്നി. അനേക മരിക്കുന്ന പുരുഷ പ്രജകൾ ആ ദേശത്തുണ്ട്. അവിടെ ഒന്നും തോന്നാത്ത കരുണ അവൾക്ക് തോന്നി. കാരണം അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ദിവ്യ സൗന്ദര്യമുള്ളവനായിരുന്നു. അതായത് ദൈവത്തിന്റെ മുഖപ്രകാശം അവനിൽ ഉദിച്ചു. അതിന് മുമ്പിൽ രാജകൽപ്പനയ്ക്ക് എന്ത് സ്ഥാനം? പ്രപഞ്ചത്തിന്റെ ഉടയവന്റെ മുഖപ്രകാശം ഉദിക്കുമ്പോൾ അവിടെ മാനുഷിക കരങ്ങൾക്ക് എന്ത് കാര്യം? അവന്റെ സന്മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം വരുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? ആർക്കും സാധിക്കില്ല. കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി അവളുടെ അരമനയിലെ ചെലവിൽ വളർത്തി. പുറത്തുനിന്ന് അധ്വാനിച്ചു കൊണ്ടുവന്നതല്ല. മോശയുടെ അപ്പനും അമ്മയും അധ്വാനിച്ച പണമല്ല. മോശയെ പോലെയുള്ള പ്രജകളെ കൊല്ലാൻ കൽപ്പിച്ചവന്റെ ചെലവിൽ, അവന്റെ അരമനയിൽ തന്നെ ദൈവം, അരമനയിൽ നിന്നുള്ള ചെലവ് തന്നെ കുഞ്ഞിനെ വളർത്തി. പ്രായമായി അവിടെ നിന്ന് തന്നെ സകല അഭ്യാസങ്ങളും പഠിച്ചു, വിദ്യാഭ്യാസങ്ങൾ നേടി. അവൻ യുവാവായി വളർന്നു. അവൻ ശ്രേഷ്ഠനായ ഒരു രാജകുമാരനായി ഫറവോന്റെ അരമനയിൽ വളർന്നു വന്നു. കൂറ് ദൈവത്തോടും ദൈവജനത്തോടും. വളർച്ച ശത്രുവായ ഫറവോന്റെയും അവന്റെ അരമനയുടെയും. അവരുടെ ചെലവ് ആർക്കും തടുക്കാൻ സാധിക്കില്ല. ആർക്കും എതിര് നിൽക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ എതിരാളിയായ പിശാചിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
ആർക്കും പ്രവർത്തിക്കാനില്ല. കാരണം ഉദിച്ചു നിൽക്കുന്നത് ഉദിച്ചു നിൽക്കുന്നത് ഉടയവന്റെ മുഖപ്രകാശമാണ്. അനുസരിച്ചേ പറ്റൂ, കരുണ തോന്നിയേ പറ്റൂ, വേണ്ടത് ചെയ്തേ പറ്റൂ. അവന് നേരെ എതിർ നിൽക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അവൻ അരമനയിൽ വളർന്നു. തുടർന്ന് ദൈവം അവനെ ചില വഴികളിലേക്ക് വിട്ടു. അരമനയിൽ തന്നെ അവൻ തിരിച്ചു വന്നു. ഉടയവന്റെ കൽപ്പനപ്രകാരം എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാനുള്ള കൽപ്പന ഉടയവന്റെ ദൂതായി അവനിൽ കൂടി ഫറവോനിലേക്ക് വന്നു. പിന്നീട് നടന്നതൊക്കെയും ചരിത്രങ്ങളാണ്, സംഭവങ്ങളാണ്. മിസ്രയീം നശിക്കുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ, മിസ്രയീം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഫറവോൻ ജനത്തെ വിട്ടയക്കാൻ തയ്യാറായി. ജനം മിസ്രയീം വിട്ടു പോകാൻ സമയത്ത് മോശ പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അയൽപക്കക്കാരുടെയും സ്നേഹിതരുടെയും പരിചയമുള്ളവരുടെയും അടുക്കൽ ചെന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും അങ്ങനെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ചോദിക്കണം. പോകാൻ പോവാ, തിരിച്ചു വരുമോന്ന് അവർക്കറിയില്ല. ദൈവം അത് ഉദ്ദേശിച്ചിട്ടില്ല തിരിച്ചു വരാൻ. ഇവർക്ക് വെള്ളിയാഭരണങ്ങൾ കൊടുക്കുന്നത് ആര്? സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നത് ആര്? 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അത്രയും കുടുംബങ്ങൾ മിസ്രയീം വിട്ടു പോകുമ്പോൾ അയൽപക്കത്ത് ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സ്വർണം വേണമല്ലോ, ഇച്ചിരി പൈസ വേണമല്ലോ, ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ വേണമല്ലോ. ആര് കൊടുക്കും? കൊടുത്തേ പറ്റൂ. കാരണം യഹോവയായ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് നിങ്ങളോട് കരുണ തോന്നുമാറാക്കുന്ന ദൈവം. മിസ്രയീമർ ആഭരണം വാങ്ങിക്കാനായി, പണം ചോദിക്കാനായി, വെള്ളി ചോദിക്കാനായി, സമ്പത്ത് ചോദിക്കാനായി തങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ആ വന്ന ഇസ്രായേലിയരോട് സഹതാപം തോന്നിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടായി. മുഖത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പിശുക്കനാണ്, അറുത്ത കൈക്ക് ഉപ്പിടുകയില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. പക്ഷേ പുറപ്പെട്ടു പോകുന്ന ഇസ്രായേലിൻ വന്ന് സ്വർണ്ണാഭരണം ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഭവനത്തിലുള്ളത് മുഴുവനും ഒന്നും ബാക്കി വയ്ക്കാതെ എടുത്തു കൊടുക്കാൻ തയ്യാറാകുന്ന അവസ്ഥയാണ്. ആരെ ഭയന്നിട്ട്? ആരെ മാനിച്ചിട്ട്? ആരുടെ കൽപ്പനപ്രകാരം? ഒരു കൽപ്പനയുമല്ല. ഉദിച്ചു നിൽക്കുന്നത്, ആഭരണം ചോദിക്കാൻ വന്നവന്റെ മുഖത്ത് ഉദിച്ചു നിൽക്കുന്നത് ഉടയവന്റെ മുഖപ്രകാശമാണ്. മൃഗങ്ങൾ പോലും, സിംഹങ്ങളുടെ ഗുഹയിൽ വീണ ദാനിയേലിന്റെ മുഖത്തേക്ക് നോക്കുന്ന സിംഹങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വീണ് കിടക്കുന്നവൻ അവനാ ആരാണെന്നറിയാമോ? നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. സിംഹങ്ങളുടെ ഗുഹയിൽ ആര് നന്മ കാണിക്കും? സിംഹങ്ങൾക്ക് സാധിക്കില്ല. ഉദിച്ചു നിൽക്കുന്നത് ഉടയവന്റെ മുഖപ്രകാശമാണ്.
ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ. ആഭരണം ചോദിക്കാൻ വന്നു നിൽക്കുന്നവന് തൻ്റെ ഭവനത്തിലുള്ളതൊക്കെയും കൊണ്ടുപോയി കൊടുത്തു. സന്തോഷമായി. ആർക്ക്? മേടിച്ചവനേക്കാൾ സന്തോഷം കൊടുത്തവന്. കാരണം അവൻ കണ്ടത് മുഖപ്രകാശമാണ്. ആരുടെ മുഖപ്രകാശം? ഇസ്രായേലിൻ്റെ മുഖപ്രകാശമല്ല. ഇസ്രായേലിൻ്റെ മുഖമാണ് കണ്ടത്. മുഖപ്രകാശം കണ്ടത് ഉടയവൻ്റെയാണ്. സഹായം ചെയ്തു. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ശരിയാണ്. മനുഷ്യരുടെയിൽ നന്മ ചെയ്യുന്നവനില്ല. വിശേഷാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനോട് ആർക്ക് സഹതാപം തോന്നും? ആർക്കും തോന്നുകയില്ല. ഈ ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല എന്ന് കർത്താവാണ് നമ്മെ പഠിപ്പിച്ചത്. ഈ ലോകം ദൈവത്തിൻ്റെ ജനത്തെ പകയ്ക്കുന്നു. എന്നാൽ അതിനു മുമ്പേ അത് കർത്താവിനെ പകച്ചു. അപ്പൊ ലോകത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ലോകത്തിൽ നിന്ന് ആരുടെയും അംഗീകാരം പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏത് വിഷയത്തിന്മേലും ആരും നന്മ കാണിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ആരുമില്ല എന്ന് ഉറപ്പ് വരുന്നുവെങ്കിൽ പ്രാർത്ഥിക്ക്, ദൈവമേ നിന്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കണമേ, എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ഉദിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? 45 സങ്കീർത്തനം പറയുന്നത്, സോർ നിവാസികൾ കപ്പം കൊണ്ടുവന്ന് തന്ന് നിന്റെ മുഖപ്രസാദം തേടും. നിന്റെ മുഖം തൃപ്തിയായോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നിനക്ക് സമ്പത്ത് കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ വയ്ക്കും. അവർക്ക് തിരിച്ച് സമ്പത്ത് പ്രതിഫലമായിട്ട് വേണ്ട. അവർക്ക് വേണ്ടത് ഒറ്റ കാര്യം മാത്രം, നിന്റെ മുഖം പ്രകാശിക്കുന്നുണ്ടോ, നിന്റെ മുഖം അവർക്ക് അനുകൂലമായിട്ട് പ്രസാദിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ ലോകത്ത് ജനിക്കുന്നത് പാമ്പുകൾ, തേളുകൾ, കൊടിയ ചെന്നായ്ക്കൾ, ക്ഷുദ്രജീവികൾ, കാട്ടുമൃഗങ്ങൾ, ഇങ്ങനെ ക്ഷുദ്രജീവികളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആര് നന്മ കാണിക്കും? ആര് നന്മ കാണിക്കും? വചനം പറയുന്നത്, നിരാശപ്പെടണ്ട. അവൻ്റെ മുഖപ്രകാശം നിന്നിൽ ഉദിക്കുന്നുവെങ്കിൽ നിനക്ക് നന്മ കാണിക്കാൻ ആൾ നിന്റെ പിന്നാലെ വരും. കിട്ടിയ ആഭരണങ്ങളുമായി അവരുടെ വഴിക്ക് പോയി. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയിട്ടു. 6,00,000 പുരുഷന്മാര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പോയപ്പോൾ പിന്തുടർന്ന ഫറവോനെയും സൈന്യത്തെയും വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചപ്പോൾ മിസ്രയീമിലെ സമ്പത്ത് എവിടെയാണെന്നറിയാമോ? മിസ്രയീം ജനത്തിൻ്റെ സമ്പത്തിൽ, സ്വർണവും വെള്ളിയും വിലപിടിയ സമ്പത്തിൽ വലിയൊരു ഭാഗം ഈ 6,00,000 പുരുഷന്മാരിലും അവരുടെ കുടുംബത്തിലുമായി പോയി. മിസ്രയീമർ അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ? മിസ്രയീമരുടെ മനസമ്മതത്തോടുകൂടി ചെയ്യുമോ? ഇല്ല. ഒറ്റ കാര്യം മാത്രം, നാളുകളായി ഫറവോനും മിസ്രയീമ്യരും പേടിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ ആ കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം വിട്ടുപോരുമ്പോൾ ആ സമ്പത്ത് അവരിൽ നിന്ന് ജാതികളുടെ അവകാശം
അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ ശക്തി അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജാതികളുടെ ധനം അതങ്ങനെ തന്നെ എടുത്ത് തൻ്റെ ജനത്തിന് കൊടുത്തു. ഇന്ന് വെള്ളി സമ്പത്തും സ്വർണത്തിൻ്റെ സമ്പത്തും ധനവും എല്ലാം ഇസ്രായേലിൻ്റെ കൈകളിലായി, അവരുടെ കൈകളിലായി. ജാതികളുടെ സമ്പത്ത് അവൻ സ്വജനത്തിന് കൊടുത്തു. ഇതിൽ തൻ്റെ ശക്തി അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കാർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മുഖപ്രകാശം ഉദിക്കട്ടെ, മുഖപ്രകാശം ഉദിക്കട്ടെ. ഒരു നന്മയും ചെയ്യാത്തവൻ്റെ സമ്പത്ത് നിന്റെ കയ്യിൽ വരും. മരണമല്ലാതെ മറ്റൊന്നും ഇനിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് കൊല്ലാൻ ഉത്തരവിടുന്നവൻ്റെ ചെലവിൽ നിന്നെ ജീവിപ്പിച്ച് വളർത്തുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് തൻ്റെ ജനത്തിന് രക്ഷ ഇതൊന്നു മാത്രം. 44-ാം സങ്കീർത്തനം പറയുന്നത് പൂർവ്വ പിതാക്കന്മാരെന്ന നാളുകളിൽ ദൈവം അവരോട് ചെയ്തത് ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. തങ്ങളുടെ വാളുകൊണ്ടും തങ്ങളുടെ ഭുജം കൊണ്ടുമല്ല അവർ യുദ്ധം നേടിയത്, പിന്നെയോ ദൈവത്തിൻ്റെ മുഖപ്രകാശവും ദൈവത്തിൻ്റെ ഭുജവും ദൈവത്തിൻ്റെ വലങ്കരം കൊണ്ടും അത്രേ. ആ മുഖപ്രകാശമാണ് അവർക്ക് രക്ഷയായി തീർന്നത്. ഇന്നും ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം നൽകുന്ന വാഗ്ദാനം ഇതൊന്നു മാത്രമാണ്. മനുഷ്യരിൽ ആശ്രയിച്ച രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൽ ആശ്രയിച്ച രക്ഷയ്ക്ക് വേണ്ടി കേഴുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരമാണ്. എന്തിന്? നീ എന്താ പറഞ്ഞത്? നമുക്കാർ നന്മ കാണിക്കുമെന്നോ? ഈ ശബ്ദം ദൈവത്തിന് മുമ്പാകെ കേട്ടല്ലോ. നീ എന്താ പറഞ്ഞത്? നന്മ കാണിക്കാൻ നിന്റെ മുമ്പിൽ സഹായിക്കാൻ കൂട്ടം കൂട്ടമായിട്ട് ആൾ വരും. പക്ഷെ ഒറ്റ കാര്യം മാത്രം, അവൻ്റെ മുഖപ്രകാശം നിന്റെ മേൽ ഉദിപ്പിക്കണം. അവൻ്റെ മുഖപ്രകാശം നിന്റെ മേൽ ഉദിപ്പിക്കണം. അടുത്ത വിഷയം, ഓവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. എന്താണ് അതിൻ്റെ വഴി? മുഖപ്രകാശം, ഉടയവൻ്റെ മുഖത്തുള്ള പ്രകാശം എൻ്റെ മുഖത്ത് വരണം. എനിക്ക് ഭയങ്കരമായ ഒരു ആവശ്യമുണ്ട്. ഒരു മരണസന്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടണം, രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം, ആവശ്യങ്ങൾ നടക്കണം. സഹായിക്കാൻ ആരുമില്ല. എന്നാൽ ഭയപ്പെടേണ്ട, മുഖപ്രകാശം ഉദിച്ചു കിട്ടിയാൽ മതി. അതും മനസ്സിലായി. അടുത്ത ചോദ്യം, ഈ മുഖപ്രകാശം എൻ്റെ മേൽ എങ്ങനെ ഉദിക്കും? എന്താണ് അതിൻ്റെ വ്യവസ്ഥ? 44-ാം സങ്കീർത്തനം പറയുന്നത്, പിതാക്കന്മാരുടെ നാളുകളിൽ ഈ മുഖപ്രകാശം അവരുടെ മേൽ ഉദിപ്പിച്ചാണ് അവർ രക്ഷ പ്രാപിച്ചത്. എന്തുകൊണ്ടാണ് അവരിൽ മാത്രം മുഖപ്രകാശം ഉദിച്ചത്, മറ്റാരും ഉദിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ? അതിന് വചനം പറയുന്നത്, നിനക്കവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിന് എന്നോട് പ്രീതി ഉണ്ടാകണം, എന്നാലേ മുഖപ്രകാശം എന്നിലേക്ക് കിട്ടുള്ളൂ. പ്രാർത്ഥിച്ചാലും പോരാ, നിനക്ക് എന്നോട് പ്രീതി ഉണ്ടായിരുന്നു, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പ്രീതി വേണം. പ്രീതി എന്ന് പറഞ്ഞാൽ സ്നേഹത്തെക്കാൾ ഉപരിയാണ്. പ്രീതി വേണം.
അടുത്ത ചോദ്യം, ഉടയവൻ എന്നോട് പ്രീതി ഉണ്ടാകാൻ എന്താ വഴി? അതിന് വചനം പറയുകയാണ്, സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയുകയാണ്, നേരുള്ളവർക്ക് തമ്മിൽ പ്രീതിയുണ്ട്. ഈ ഭൂമിയിൽ, ഈ ദുഷ്ടലോകത്ത്, ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ രണ്ട് പേര് നീതിയുള്ളവരാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ഏറ്റവും മറ്റെല്ലാ ബന്ധത്തെക്കാളും വലുതായിരിക്കും. കാരണം നേരുള്ളവർക്ക് തമ്മിലുള്ള പ്രീതിയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരായിട്ടാണ്? നേരുള്ളവനായിട്ട്. അതെന്താ കാരണം? 92 സങ്കീർത്തനം പറയുന്നത്, യഹോവ നേരുള്ളവൻ, അവൻ നേരുള്ളവനായതുകൊണ്ട് മനുഷ്യനെയും നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു. അവൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനെ നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു. അന്ന് മുതൽ മനുഷ്യനും ദൈവവുമായിട്ട് പ്രീതിയുണ്ട്. പാപത്തിൽ ആദാം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഏറ്റവും ആദ്യമേ തന്നെ നീ നേരുള്ളവനായിരിക്കും. വളവും വക്രതയും ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. സൂത്രങ്ങളാ. ഇതാ സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ കപടമില്ല, കപടം കളാ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാവും നിശ്ചയം. നിർമ്മലനായിരിക്കെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. വക്രതകളാ, ദുഷ്ടത നീക്ക്, വ്യാജവും കപടഭാവവും നീക്ക്. നേരുള്ളവനായി തീർന്നാൽ നേരുള്ളവനായി ദൈവവും ആയി തമ്മിൽ ഒരു ബന്ധം വരും. അതാണ് ദൈവത്തിൻ്റെ പ്രീതി. ഈ ബന്ധം വന്നാൽ അവൻ്റെ മുഖപ്രകാശം ഉദിക്കും. അവൻ്റെ മുഖപ്രകാശം ഉദിച്ചാൽ ഈ ലോകത്തിൽ ശത്രു പോലും നമുക്ക് സഹായം ചെയ്യും. ശത്രു പോലും നമ്മുടെ മുഖപ്രസാദം തേടും. നമ്മുടെ മുഖത്തേക്ക് നോക്കി നമ്മുടെ മുഖം തൃപ്തി വരുന്നുണ്ടോ എന്ന് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതന്വേഷിച്ചു അവൻ സഹായിക്കും. കാരണം വല്ലഭനും സഹതാപം തോന്നുമോ? ആരെങ്കിലും സഹായിക്കുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. താൻ ആരെങ്കിലും നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. കാണിക്കും, ദൈവത്തിൻ്റെ മുഖപ്രകാശം ഉദിച്ചാൽ. ദൈവത്തിൻ്റെ മുഖപ്രകാശം ഉദിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി വേണം. ദൈവത്തിൻ്റെ പ്രീതി വേണമെങ്കിൽ ദൈവം നേരുള്ളവനാണ്. നേരുള്ളവരോടെ പ്രീതി ഉണ്ടാവുള്ളൂ. നേരുള്ളവനായി തീരണം. ഇനി ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നേരുള്ളവരായി തീരണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ അവൻ്റെ അടുക്കൽ ചെല്ലണം. ക്രിസ്തുയേശുവിൻ്റെ രക്തം ഹൃദയത്തിൽ തളിക്കണം. ഹൃദയത്തിൽ തളിക്കണം. ദൈവത്തിന് മുൻപാകെ ഒരു നേരുള്ള ഹൃദയം. മനുഷ്യൻ ഇൻഷുറൻസ് എടുക്കും. തൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, തലമുറയുടെ ഭദ്രതയ്ക്ക് വേണ്ടി, ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കും. തന്താങ്ങളുടെ വരുമാനം അനുസരിച്ച് ലക്ഷങ്ങളുടെ എടുക്കുന്നവരുണ്ട്, കോടികളുടെ എടുക്കുന്നവരുണ്ട്, പലതരത്തിലുണ്ട്. എന്നിട്ട് തന്നെ ആവശ്യ സമയത്ത് ഇതൊന്നും ഉപകരിക്കാതെ അവൻ കടന്നു പോകുന്നു. എന്നാൽ ഇതൊന്നും വേണ്ട,
ഒറ്റ കാര്യം മാത്രം, ജീവിതത്തിൽ നേരുള്ളവനായിരിക്കുക. വക്രത കളയുക, വക്രത കളയുക, നേരുള്ളവനായിരിക്കുക. ജീവിതം ഭദ്രമാണ്. തിന്മ തൊടുകയില്ല, തിന്മ തൊടുകയില്ല. ദൈവത്തിൻ്റെ പ്രീതി വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കളെയും ദൈവം അവനോട് ഇണക്കുന്നു. എൻ്റെ ശത്രു എന്നെ ഏത് വിധേനയും കൊല്ലാൻ നടക്കുക, ഏത് സമയത്തും എന്നെ ഇല്ലാതാക്കാം. അതിനുവേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ട് നടക്കുമ്പോൾ, അവൻ ഏത് വിധേനയും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് നടക്കുമ്പോൾ, എന്നിൽ ദൈവം പ്രസാദിച്ചു, ഞാൻ നേരുള്ളവനായി ദൈവം എന്നിൽ പ്രസാദിച്ചെങ്കിൽ, എൻ്റെ മുഖത്ത് അവൻ്റെ മുഖപ്രകാശം ഉദിച്ചെങ്കിൽ, ശത്രുവായവൻ മുഖപ്രസാദം തേടി വരും. ഇണങ്ങാൻ ഇണങ്ങാൻ രമ്യതയിലായി തീരുവാൻ ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കളെയും അവൻ അവനോട് ഇണക്കുന്നു. ദൈവത്തിന് പ്രസാദം വരാൻ ഉള്ള വഴി നേരുള്ളവനായിത്തീരുക, നേരുള്ളവനായിത്തീരുക. നന്മ കാണിക്കും, നന്മ കാണിക്കും. സകല മനുഷ്യരും നന്മ കാണിക്കും. ശത്രുക്കൾ നന്മ കാണിക്കും, ദൂതന്മാർ നന്മ കാണിക്കും. ദൈവം നന്മയാൽ തൻ്റെ ജനത്തെ എതിരേൽക്കും. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.